ശിവൻ സാറിനൊപ്പം ചുരുങ്ങിയ നേരത്തെ അഭിമുഖ സംഭാഷണത്തിലൂടെ മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും മേഖലയുമായി ബന്ധപ്പെട്ട വളരെ ഇൻഫോർമേറ്റീവ് വിവരങ്ങൾ നമുക്കറിയാൻ സാധിച്ചു. 8ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ. കഴിഞ്ഞ വാരം നമ്മൾ പറഞ്ഞു നിർത്തിയ ചോദ്യം, മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ MBBS മാത്രമാണെന്ന് ചിന്തിക്കുന്ന കുറേയധികം വ്യക്തികളുണ്ട്. MBBS എന്നതിനേക്കാൾ എന്തൊക്കെയാണ് മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായുള്ള മറ്റ് ഓപ്ഷൻസ്? ശരിയാണ്. നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുമ്പം MBBS തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും. അതിനായിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നതും. നമ്മൾ എത്രാം ക്ലാസ് മുതൽ നമ്മളിതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയാലും MBBS എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ. അത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് 90-50% കുട്ടികൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ, അതായത് ഒരു 2015 അതിനൊക്കെ ഉള്ള മുമ്പുള്ള കാലഘട്ടത്തിൽ MBBS മാത്രമായിരുന്നു സാധ്യതകളും. ബാക്കിയുള്ള വിഭാഗങ്ങളിൽ മെഡിക്കൽ നോക്കി നമ്മുടെ എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്ന കുട്ടികളിൽ അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലെത്തിയില്ല എങ്കിൽ, MBBS എന്നുള്ള ലക്ഷ്യത്തിലെത്തിയില്ല എങ്കിൽ ബാക്കി നമുക്ക് എടുക്കാവുന്ന കോഴ്സുകളും അതിൻ്റെ ഫീസും കോളേജുകളും കുറവ് തന്നെ ആയിരുന്നു. പക്ഷേ 15-ന് ശേഷം ഈ മെഡിക്കൽ മേഖലയിൽ വൻ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളും അവരുടെ സാധ്യതകളും ശമ്പള വർധനവും എല്ലാം ഈ ഫീൽഡിനെ MBBSന് അപ്പുറത്ത് ഇന്ന് ടെൻഷൻ ഇല്ലാതെ തന്നെ കുട്ടിക്ക് നീറ്റ് എക്സാം എഴുതാൻ സാധിക്കുന്നുണ്ട്. MBBS എന്നുള്ള സ്കോർ എത്തിയില്ലെങ്കിൽ പോലും അതിനേക്കാളും, ഞാൻ പറയുന്നു, അതിനേക്കാളും ഒരു പിടി ജോലി സാധ്യതകളുള്ള കോഴ്സ് കഴിയുമ്പോൾ തന്നെ, ഇപ്പോൾ MBBSന് കഴിഞ്ഞ ദിവസം നമ്മൾ ജോബി സഭാ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ MBBS കഴിയുമ്പോൾ ഹൗസ് സർജൻസിയും കഴിഞ്ഞ് PGയും കൂടെ കഴിഞ്ഞ് നമ്മുടെ സർവീസും ഒരു കരിയർ എത്തിക്കഴിയുമ്പോഴേ നമുക്കൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്കൊരു ഏണിങ്സ് ആയി തുടങ്ങുന്നുള്ളൂ. MBBSനെ സംബന്ധിച്ചോളം ഒരു MBBS മാത്രമുള്ള ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചികിത്സിക്കാൻ പോകാൻ വൈമുഖ്യം കാണിക്കും. PGയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഉള്ളിടത്തായി നമ്മൾ പോകാൻ താല്പര്യം കാണിക്കുകയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കോഴ്സുകളിൽ മിനിമം ഈ ഡിഗ്രി ലെവൽ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സാധ്യതകൾ കിട്ടുന്നുണ്ട്. അത് തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ചിലവും MBBSൻ്റെ പഠന ചെലവ് ഒരു ഗവൺമെൻറ് മേഖലയിൽ കഴിഞ്ഞാൽ വളരെ കൂടിയ സാഹചര്യത്തിൽ മറ്റുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു വർഗം, ഒരു വിദ്യാർത്ഥി വിഭാഗം കൂടുതലായിട്ട് നമുക്ക് കാണാം. അപ്പം MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടർ എന്നുള്ള പരിഗണന ഇന്ന് സമൂഹത്തിൽ കിട്ടുന്നതും ആ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നതും BDSന് തന്നെയാണ്. ദന്തൽ മേഖല സീറ്റുകളുടെ എണ്ണത്തിൽ എനിക്ക് മിനിമം നീറ്റിന് ക്വാളിഫൈ ചെയ്താൽ പോലും BDS അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും MBBSൻ്റെ അത്രയൊന്നും ഫീസ് കൊടുക്കാതെ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസിനനുസരിച്ച് ദന്തൽ മേഖലയിൽ നമുക്കിന്ന് അഡ്മിഷൻ കിട്ടും. BDSന് ഓൾ ഇന്ത്യ ലെവലിൽ ഏതാണ്ട് MCCയുടെ വെബ്സൈറ്റ് വഴി 50,000 റാങ്ക് വരെയുള്ള കുട്ടിക്ക് ഗവൺമെൻറ് മേഖലയിൽ BDSന് അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യമുണ്ട്. കേരള റാങ്ക് ആണെങ്കിൽ 5,000 വരെയുള്ള കുട്ടിക്ക് BDS അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ ഡീംഡ് കോളേജുകളിൽ ഏതാണ്ട് 42ഓളം ഡീംഡ് കോളേജുകളിലെ BDS സീറ്റുകളുണ്ട്. മിനിമം കട്ട് ഓഫ് ഉണ്ടെങ്കിൽ തന്നെ 10 ലക്ഷത്തിലൊക്കെ താഴെയുള്ള ഫീസ് നിരക്കിൽ ആനുവൽ ഫീസ് 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ റേഞ്ചിൽ തന്നെ നമുക്ക് ഡീംഡ് കോളേജുകളിൽ അമൃതയിലും മണിപ്പാൽ പോലുള്ള കോളേജുകളിൽ BDS അഡ്മിഷൻ കിട്ടും. മറ്റുള്ള സംസ്ഥാനങ്ങളിലും ധാരാളം BDS സീറ്റുകൾ ഒഴിവുണ്ട്. നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതിയാകും. കേരളത്തിലുമുണ്ട്. സ്വകാര്യ മേഖലയിൽ 3.25 ലക്ഷം പെർ ഇയർ മാത്രമേ കേരളത്തിൽ BDSൻ്റെ സെൽഫ് ഫിനാൻസിങ്ങിൽ ഫീസുള്ളൂ. അപ്പം BDS കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ വിദേശത്താണെങ്കിലും പോയി നമുക്കൊരു ജോലി സാധ്യത കൂടിയുള്ള മേഖല തന്നെയാണ് MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അത്രയധികം ഫീസ് കൊടുക്കാനില്ലാത്ത വിഭാഗത്തിന്, ഇപ്പോൾ ഗവൺമെൻറ് MBBS കിട്ടിയില്ല എങ്കിൽ കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് അഗ്രികൾച്ചറാണ്. പക്ഷേ അത് ഡോക്ടർ എന്നുള്ള ആ സമൂഹത്തിലല്ലാത്തത് കൊണ്ട് അഗ്രികൾച്ചർ ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഒരു റിസർച്ച് ലെവൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. എന്നിരുന്നാലും MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ പ്രാധാന്യത്തോടെ ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ അഗ്രികൾച്ചർ ഉള്ളൂ. കേരളത്തിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ച് അഗ്രികൾച്ചറിന് 4 കോളേജുകളാണുള്ളത്. ഇന്ത്യയിൽ മൊത്തമുള്ള ഗവൺമെൻറ് മേഖലയിൽ ICAR എൻട്രൻസ് വഴി, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസിലൂടെ നമുക്ക് അഗ്രികൾച്ചർ പ്രവേശനം സാധ്യമാകുന്നുണ്ട്. MBBSന് ശേഷം ഇന്ന് ധാരാളം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന മേഖലയാണ് അഗ്രികൾച്ചർ. ഒരു ഡിഗ്രി ലെവൽ എന്നുള്ള രീതിയിൽ, ഒരു റിസർച്ച് എന്നുള്ള രീതിയിൽ വിദേശത്ത് നമുക്ക് പഠനം സാധ്യമാകുന്ന മേഖല തന്നെയാണ് അഗ്രികൾച്ചർ. BDSനും അഗ്രികൾച്ചറിനും ശേഷം ആയുർവേദത്തിനും ഹോമിയോയ്ക്കും നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് തന്നെ, അതായത് ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പരിഗണന കിട്ടുകയും നമ്മളുടെ അടുത്ത് രോഗികൾ എത്തുകയും ചെയ്യുന്ന 2 മേഖലയാണ് BAMSഉം BHMSഉം.
ആയുർവേദത്തിനും ഇന്ന് ആയുർവേദ ഹോസ്പിറ്റലുകളുടെ ധാരാളമുണ്ട്. ഫാർമസി മേഖല വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ജോലി സാധ്യത തീർച്ചയായിട്ടും BAMSനുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും കോളേജുകളുണ്ട്. ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ 20,000 താഴെ വാർഷിക ഫീസുള്ളൂ. സ്വകാര്യ മേഖലയിലാണെങ്കിൽ 2 ലക്ഷം രൂപ മാത്രമേ ഇയർലി ഫീസുള്ളൂ. ആയുർവേദം ധാരാളം കുട്ടികൾ കേരള മെഡിക്കൽ കണ്ട് 10,000 അടുത്തുള്ളവർക്ക് ഒരു ആയുർവേദത്തിന് BAMSന് ഒരു സീറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ BHMS ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. 5 ഗവൺമെൻറ് കോളേജുകളാണ് ഹോമിയോയ്ക്കുള്ളത്. 4,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. BHMS കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചികിത്സിക്കാനുള്ള ഒരു സാഹചര്യമാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഒരു വാലിഡിറ്റി ഇന്ന് BHMS കഴിയുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ഒരു ഉപരിപഠനത്തിന് സാധ്യതകളുണ്ട് എങ്കിൽ പോലും BHMS കഴിഞ്ഞാൽ പോലും അവർക്ക് പ്രാക്ടീസിലോട്ട് കയറാനുള്ള സാഹചര്യമുണ്ട്. BDS, BAMS, BHMS എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വെറ്റിനറിക്ക് നമുക്കറിയാം, വെറ്റിനറിക്ക് കേരളത്തിൽ 2 കോളേജുകളേ ഉള്ളൂ. ഏതാണ്ട് കേരള മെഡിക്കൽ റാങ്ക് 4,000 വരെയുള്ള കുട്ടികൾക്കാണ് വെറ്റിനറി അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം വെറ്റിനറിക്കും ജോലി സാധ്യതകളുടെ കാര്യത്തിൽ നല്ല സാധ്യതകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉപരിപഠനത്തിന് സാധ്യതകൾ അല്പം കുറവാണെങ്കിൽ പോലും വെറ്റിനറിക്ക് ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി ഒരു ജോലി സാധ്യതകൾ വെറ്റിനറിക്കുമുണ്ട്. അപ്പോൾ വെറ്റിനറിക്കും സീറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടുള്ള സാധ്യതകൾ, അത് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. പിന്നെയുള്ളത് ഫോറസ്ട്രി, ഫിഷറീസ്, സിദ്ധ, യുനാനി, ഇപ്പോൾ പുതിയതായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ബയോടെക്നോളജി, ഇതെല്ലാം അതിൻ്റേതായ BSc ആ ഒരു ഡിഗ്രി ലെവൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ജോലി സാധ്യതകൾ നൽകുന്നത് തന്നെയാണ്. അപ്പം ഇന്ന് MBBS എന്നുള്ളതിനപ്പുറത്ത് ഈ സാധ്യതകളെല്ലാം കുട്ടികൾക്കറിയാം. നീറ്റ് എക്സാമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്തെല്ലാം അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ BSc നഴ്സിംഗ് ഇന്ന് മധ്യവർഗ കുടുംബത്തിന് തങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസ് വെച്ചിട്ട് ഒരു ജോലിയാണ് എങ്കിൽ ഏറ്റവും എളുപ്പം കിട്ടാൻ പറ്റുന്ന മേഖല തന്നെയാണ് BSc നഴ്സിംഗ്. കേരളത്തിൽ +2 മാർക്ക് വെച്ചിട്ടാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നീറ്റുണ്ട്. എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എയിംസിൻ്റേതായ പരീക്ഷകളുണ്ട്. BSc നഴ്സിംഗ് മെഡിക്കൽ വിഭാഗത്തിൽ ഓപ്റ്റ് ചെയ്യുന്നവർ ഈ ഒരു ജോലിയാണ് കൂടുതൽ നോക്കുന്നതെങ്കിൽ, പെൺകുട്ടികൾക്കൊക്കെ ഒരു ജോലിയാണ് നോക്കുന്നതെങ്കിൽ BSc നഴ്സിംഗ് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്നൊരു മേഖല തന്നെയാണ്. ഇതിനെല്ലാം അപ്പുറത്ത് BPharm, കേരളത്തിൽ ഇത് എഞ്ചിനീയറിങ്ങിൻ്റെ ഫിസിക്സ് കെമിസ്ട്രിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ പോലും മെഡിക്കലിൻ്റെ ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ജോലി സാധ്യതയുള്ളതാണ് BPharm കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. FARMD 6 വർഷം ഈ പ്രോഗ്രാമിൽ നമുക്കൊരു ഡോക്ടർ എന്നുള്ള പരിഗണന കിട്ടുന്ന FARMD കോഴ്സുകൾ കേരളത്തിൽ പക്ഷേ ഇതിന് അത്ര പ്രചാരം കിട്ടിയിട്ടില്ല. FARMD കഴിഞ്ഞവർക്കൊരു ജോലി സാധ്യതകൾ കുറവാണെങ്കിൽ പോലും കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലെല്ലാം FARMDക്ക് ജോലി സാധ്യതകളുണ്ട്. വിദേശത്തും നന്നായിട്ടുണ്ട്. FARMD കേരളത്തിൽ +2 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. നമുക്ക് കോളേജുകൾ നേരിട്ട് അപ്ലൈ ചെയ്യണം. അപ്പം BSc നഴ്സിംഗ്, BPharm, FARMD ഇതെല്ലാം തികച്ചും നേരിട്ട് തന്നെ ജോലി സാധ്യതകൾ കൂടിയ ഈ മെഡിക്കൽ ഫീൽഡിൽ ഇന്ന് കുട്ടികൾ ധാരാളം ഓപ്റ്റ് ചെയ്യുന്ന മേഖല തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ LBSൻ്റെ നേതൃത്വത്തിൽ +2 മാർക്ക് വെച്ചിട്ട് BSc നഴ്സിംഗ് കൂടെ എടുക്കുന്ന കൂട്ടത്തിൽ 13ഓളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്, പെർഫ്യൂഷൻ ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജി, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, കാർഡിയോ വാസ്കുലർ, ഡയാലിസിസ്, റേഡിയോളജിക്കൊക്കെ വളരെ സാധ്യതകളാണുള്ളത്, ജോലി സാധ്യതകൾ. ഈ 13 പ്രോഗ്രാമുകൾ മെഡിക്കലിൻ്റെ കീഴിൽ LBSൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. +2 മാർക്ക് വന്നതിന് ശേഷം LBSൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ളതുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും BSc നഴ്സിംഗ് പ്രവേശനം +2 മാർക്ക് വെച്ചിട്ടാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ LBSൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ പാരാമെഡിക്കൽ കോഴ്സുകൾ, എയിംസിലെ പാരാമെഡിക്കൽ കോഴ്സുകൾ. എയിംസിൽ BSc നഴ്സിംഗ് പോലെ തന്നെ എയിംസിന് സ്വന്തമായിട്ട് പരീക്ഷ നടത്തിയാണ് എയിംസ് മെഡിക്കൽ കോളേജുകളിലെ പാരാമെഡിക്കൽ കോഴ്സുകൾ നടക്കുന്നത്. അവിടെ തന്നെ ജോലി സാധ്യതകളുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞിറക്കുന്നവർക്ക് അതാത് എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കാം. അപ്പം ആ മേഖലയും ഇന്ന് വളരെയധികം ഡെവലപ്പായിരിക്കുന്നു. അപ്പം MBBSനപ്പുറത്ത് പിന്നെ കേരളത്തിലെ മെഡിക്കൽ ഡയറക്ടറേറ്റ് നേരിട്ട് നടക്കുന്ന മെഡിക്കലിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. ഏതാണ്ട് 8ഓളം പ്രോഗ്രാമുകളാണ്. കാർഡിയോ വാസ്കുലർ, ഓപ്പറേഷൻ തിയേറ്റർ, മെക്കാനിക് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, റേഡിയോളജി, മെഡിക്കൽ ലാബോറട്ടറി, MLT പ്രോഗ്രാമുകൾ. ഇത് മെഡിക്കൽ ഡയറക്ടറേറ്റ് നേരിട്ട് +2 മാർക്ക് വെച്ച് നടക്കുന്നതാണ്. ഈ പ്രോഗ്രാമുകൾക്കും ധാരാളം കുട്ടികൾ ഇന്ന് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഏതാണ്ട് 250ഓളം സീറ്റുകൾ കേരളത്തിൽ മാത്രമായിട്ട് ജനറൽ വിഭാഗത്തിനുണ്ട്, ഗവൺമെൻറ് മേഖലയിൽ തന്നെ. സ്വകാര്യ മേഖലയിലുള്ളത് വേറെ. ഇതും ഇന്ന് MBBS എന്നുള്ളതിനപ്പുറത്ത്
ഈ മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ട് എന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ആ ഗവൺമെൻറ് മേഖലയിലെ MBBS അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ MBBS എന്നുള്ളതിനപ്പുറത്ത് തങ്ങളുടെ സാധ്യതകൾ വെളിയിലുണ്ടെന്നുള്ളത് കുട്ടികൾക്ക് വളരെ ഒരു റിലാക്സേഷൻ തന്നെയാണ്. പിന്നെ നമുക്കിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്ത CUT സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഈ എൻട്രൻസിലൂടെ ഇന്ന് നമുക്ക് ഏറ്റവും ഇന്ത്യയിൽ വിലപിടിപ്പിച്ചുള്ള ഡിഗ്രി കോഴ്സുകൾക്ക്, ഇന്ത്യയിൽ ഡയറക്റ്റായിട്ട് ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെയൊക്കെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, JNUവിലെയൊക്കെ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് CUT വന്നത് അവരെ സംബന്ധിച്ചോളം വളരെ അനുഗ്രഹമാണ്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ അവർ 2 വർഷമായിട്ട് ഇത് തന്നെയാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്ക് വെച്ചിട്ടാണ് CUT നടക്കുന്നത്. അപ്പം ഇതിലൂടെയും തങ്ങൾക്കൊരു പ്രവേശനമുണ്ടെന്നുള്ളത് മെഡിക്കൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ആശ്വാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ കോഴ്സുകളുടെ എല്ലാം പ്രൊമോഷൻ ബ്രില്യൻ്റ് യൂട്യൂബ് ചാനൽ വഴി നടക്കുന്നുണ്ട്. അതാത് സമയത്ത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അഡ്മിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അതാത് സമയത്ത് കുട്ടികളെ അറിയിക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾ ഏതാണ്ട് ഈ വിഭാഗത്തിൽ കോച്ചിങ് ചെയ്യുന്ന പ്രവേശനം ആഗ്രഹിക്കുന്ന 90% വിദ്യാർത്ഥികൾക്കും ഈ വിഭാഗത്തിൽ തന്നെ മെഡിക്കൽ ഇഷ്ടപ്പെട്ട അതൊരു സർവീസ് ഫീൽഡാണ്. എഞ്ചിനീയറിങ്ങിനെ അപേക്ഷിച്ച് ജോലി മാത്രം മുന്നിൽ കണ്ടല്ല ഒരിക്കലും മെഡിക്കൽ പ്രൊഫഷൻ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത്. സർവീസ് ഫീൽഡ് തന്നെയാണ്. ഒരു ദൈവിക സാന്നിധ്യമുള്ള, ഒരു സ്പർശമുള്ള ഒരു സാധ്യത തന്നെ നോക്കിയാണല്ലോ മെഡിക്കൽ പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം 90% സീറ്റും കുട്ടികൾക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇന്ന് ഈ മേഖല വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നത്. MBBS അല്ലാത്ത മറ്റു പല കോഴ്സുകളും സാർ ഇപ്പോൾ പറയുകയുണ്ടായി. BDS, വെറ്റിനറി, നഴ്സിംഗ്, അങ്ങനെ ഓരോന്നും. യഥാർത്ഥത്തിൽ MBBS പോലെ തന്നെയാണോ ഈ മറ്റ് പല കോഴ്സുകളുടെയും ജോലി സാധ്യതകളും അതുപോലെ തന്നെ അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം +2 കഴിഞ്ഞിട്ട് അവർ മെഡിക്കൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു. എന്താണ് തങ്ങളുടെ സാധ്യതകളെന്ന് അറിയാതെ തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതലും ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ച് 5 വർഷത്തിന് ശേഷമാണ് നമ്മളുടെ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സാധ്യതകൾ എന്താണെന്ന് അറിയാതെ തന്നെയാണ് നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഇനി നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ കുട്ടികൾ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യുന്നത് അതുതന്നെയായിരിക്കും. മെഡിക്കൽ കരിയർ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും പഠനം എത്രത്തോളം നിലവിൽ കൊണ്ടുപോകാമോ അത്രത്തോളം പഠനം കൂടുതൽ കൊണ്ടുപോകുന്നതാണ് ആ കരിയറിനെ സംബന്ധിച്ചോളം നല്ലത്. കാരണം എഞ്ചിനീയറിംഗ് പോലെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ആ ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ഫീൽഡല്ലല്ലോ മെഡിക്കൽ വിഭാഗം. അപ്പം ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകൾ, തങ്ങളുടെ ജോലി സാധ്യതകൾ, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാധ്യത ഓരോ കോഴ്സുകൾക്കും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. MBBS പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി, MBBS എന്നുള്ളത് ഒരിക്കലും പഠനം അവസാനിക്കാത്തൊരു മേഖലയാണ്. നമ്മൾ എത്ര പ്രായത്തിലെത്തിക്കഴിഞ്ഞാലും, നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ മേഖല അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത്രയും വലിയൊരു പഠന സാധ്യതയും സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളും ബാക്കിയുള്ള കോഴ്സുകൾക്കില്ല എന്നുള്ളത് തന്നെ ഒരു നഗ്നമായ യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം MBBS പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഓരോ ദിവസവും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന, ഓരോ ദിവസവും അതിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളുള്ളൊരു മേഖല വേറെ ഇല്ല തന്നെ. പക്ഷേ ആ ജോലി സാധ്യതകളെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായും MBBSൻ്റെ ഇന്നത്തെ സാധ്യതകൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി കൂടുതൽ ജോലി സാധ്യത ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കുമുണ്ട്. നമ്മൾ ഓരോ കോഴ്സും പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, പാരാമെഡിക്കലിൻ്റെ ഡിപ്ലോമ കോഴ്സുകളാണെങ്കിലും BSc കോഴ്സുകളാണെങ്കിലും ആ പ്രോഗ്രാമുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഒരുവിധം നല്ലൊരു സാലറിയിൽ ജോലിക്ക് കയറാവുന്ന സ്വകാര്യ മേഖല ഈ കേരളത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ ഈ സംസ്ഥാനത്ത് സ്വകാര്യ മേഖല അത്രയ്ക്ക് വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, ആശുപത്രികളുടെ എണ്ണം സ്വകാര്യ മേഖലയിൽ കുറവാണെങ്കിൽ പോലും കേരളത്തിൽ ഈ മേഖലയിൽ വലിയ സാധ്യതകൾ തന്നെയാണ് ഇന്നുള്ളത്. അപ്പം BDSനാണെങ്കിലും ആയുർവേദത്തിനാണെങ്കിലും ഹോമിയോയ്ക്കാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണെങ്കിലും BSc നഴ്സിങ്ങിനാണെങ്കിലും ജോലി സാധ്യത എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണ്ട. അത് തീർച്ചയായിട്ടും കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളെക്കുറിച്ചാണെങ്കിൽ MBBSൻ്റെ അത്രയും സാധ്യതകൾ ബാക്കിയുള്ള വിഭാഗത്തിന് കുറവായിരിക്കും. BAMSന് ആയുർവേദ വിഭാഗത്തിലൊക്കെ കുറേയധികം സാധ്യതകളുണ്ടെന്നല്ലാതെ ബാക്കിയുള്ള കോഴ്സുകൾക്ക്, ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ നമുക്കറിയാം റിസർച്ച് മേഖലയാണ്, അതിന് PhD ആണെങ്കിലും വിദേശത്ത് പോയി MSc ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തു പോകാം. പക്ഷേ ബാക്കിയുള്ള വിഭാഗത്തിന് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മേഖല തിരിഞ്ഞ് നമ്മൾ പഠിച്ചതിൽ നിന്നും മാറി മറ്റൊരു വിഭാഗവും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചോളം സാധ്യതകൾ ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്കുള്ളൂ. പക്ഷേ ജോലി സാധ്യതകൾ MBBSൻ്റെ ഒപ്പം തന്നെ
അല്ലെങ്കിൽ അതിനോടൊപ്പം MBBS-നോടൊപ്പം തന്നെ ജോലി സാധ്യതകൾ എല്ലാ പ്രോഗ്രാമുകൾക്കും തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. മെഡിക്കൽ ഫീൽഡിലെ വിവിധ സാധ്യതകൾ സാർ പറയുകയുണ്ടായി. ഈ ഓരോ കോഴ്സിലേക്കും നീറ്റ് മാത്രമാണോ പ്രവേശന യോഗ്യതയായി ഉള്ളത്? അതിനെക്കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാക്കാം. ശരിയാണ്, ആ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ധാരാളം കുട്ടികൾ ചോദിക്കാറുണ്ട്, നീറ്റ് ഫോക്കസ് ചെയ്താണ് ഞാൻ പഠിക്കുന്നത്, എന്നിരുന്നാലും നീറ്റിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ മറ്റേത് എൻട്രൻസുകളാണ് എഴുതേണ്ടത്? മെഡിക്കലിന് MBBS-നും BDS-നും നമുക്കറിയാം നീറ്റ് മാത്രം മതിയാകും. നീറ്റിൻ്റെ സ്കോറിനനുസരിച്ച് നമുക്ക് ഏത് സ്റ്റേറ്റിലും മാനേജ്മെൻറ്റ് സീറ്റിനോ ഗവൺമെൻറ് കോട്ടയോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. MBBS-ഉം BDS എന്നുള്ളതിനപ്പുറം ബാക്കിയുള്ള ഈ കോഴ്സുകളെക്കുറിച്ച് പറയുമ്പം നമ്മൾ മറ്റുള്ള എൻട്രൻസുകളും കൂടെ എഴുതണോ എന്നുള്ളത് ചോദ്യം എല്ലാ കുട്ടികളും ചോദിക്കാറുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ICAR, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാം. ഇന്ത്യയിൽ മൊത്തമുള്ള ഗവൺമെൻറ് അഗ്രികൾച്ചർ കോളേജുകളിലെ 15% സീറ്റുകൾ കേരളത്തിലെ 4 കോളേജുകൾ ഉൾപ്പെടെ 15% സീറ്റുകൾ ICAR, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിൽ നിന്നാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ് അതിൻ്റെയും സബ്ജക്റ്റുകൾ. ഈ 2 എക്സാമുകളല്ലാതെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായ വേറെ പ്രവേശന പരീക്ഷകളൊന്നും നടക്കുന്നില്ല. പിന്നെയുള്ളത് CUET. ഇപ്പം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ വേണം. അപ്പോൾ 10ഓളം യൂണിവേഴ്സിറ്റികൾ അഗ്രികൾച്ചർ കോഴ്സുകളുണ്ട്. BSc അഗ്രികൾച്ചർ കോഴ്സുണ്ട്. CUET പുതിയതായിട്ട് വന്നിരിക്കുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. CUET എഴുതിയാൽ മതിയാകും. ഇംഗ്ലീഷിൻ്റെയും ബയോളജിയുടെയും മാർക്ക് അനുസരിച്ച് നമുക്ക് അഗ്രികൾച്ചർ കോഴ്സിന് കിട്ടും. പിന്നെയുള്ളത് BPharm. കേരളത്തിൽ BPharm-ന് കേരള എഞ്ചിനീയറിംഗിൻ്റെ ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്ക് അനുസരിച്ചാണ്. നമ്മുടെ ജൂലൈ 3-ാം തീയതി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടക്കുന്നതിൻ്റെ പേപ്പർ 1-ൻ്റെ മാർക്ക് അനുസരിച്ചാണ് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സെൽഫ് ഫിനാൻസിങ് മേഖലയിലെയും BPharm-ന് അഡ്മിഷൻ കിട്ടുന്നത്. ഇത് കേരളത്തിൽ എഞ്ചിനീയറിങ്ങിനുള്ള പോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും വേണം നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ BPharm കേരളത്തിലൊരു പരീക്ഷയായിട്ടുണ്ട്. പിന്നെ കൂടുതൽ കുട്ടികൾ ഈ മേഖലയിലുള്ളവർ റിസർച്ച് മേഖലയും കൂടെ നോക്കുന്നുണ്ടല്ലോ. ഐസറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി അവിടെ ഓരോ സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് ധാരാളം കുട്ടികൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നുണ്ട്. മെഡിക്കൽ മേഖല അല്ലെങ്കിൽ പോലും റിസർച്ച് മേഖലയാണെങ്കിൽ പോലും ഐസർ എല്ലാവരും തന്നെ എഴുതാറുണ്ട്. നൈസർ ബോംബെയിലെയും ഭുവനേശ്വറിലെയും ക്യാമ്പസുകളിലെ MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നൈസർ എൻട്രൻസ് എക്സാം ധാരാളം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനപ്പുറത്ത് നീറ്റ് തന്നെയാണ് MBBS-ൻ്റെയും BDS-ൻ്റെയും 100% സാധ്യതകൾ എന്നുള്ളതുകൊണ്ട് പ്രധാനമായിട്ടും എല്ലാവരും നീറ്റ് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകാറുള്ളത്. അത് വെച്ചിട്ട് ഒരു കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുകയാണ്. കേരളത്തിലിപ്പം നമ്മൾ പറഞ്ഞ 13 കോഴ്സുകൾക്കും MBBS-ഉം BDS-ഉം ആയുർവേദവും ഹോമിയോയും അഗ്രികൾച്ചറും വെറ്റിനറി എല്ലാ കോഴ്സുകൾക്കും നീറ്റ് മാത്രം എഴുതിയാൽ മതിയാകും. നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എല്ലാ കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടുന്നത്. കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജുകളിലെ 15%-നാണ് ICAR എഴുതുന്നത്. കേരളത്തിൽ 2 വെറ്റിനറി കോളേജുകളുണ്ട്. ഇന്ത്യയിലുള്ള മൊത്തം വെറ്റിനറി കോളേജുകളിലെയും കേരളത്തിലെ വെറ്റിനറി കോളേജുകളുടെയും 15% എടുക്കുന്നത് നീറ്റിൽ നിന്ന് തന്നെയാണ്. നമ്മൾ നീറ്റിൻ്റെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞിട്ട് വെറ്റിനറിയുടെ 15%-ന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓപ്ഷൻ ക്ഷണിക്കും. നമ്മൾ അത് അറ്റൻഡ് ചെയ്താൽ മതിയാകും. ആയുർവേദത്തിന് പൊതുവായിട്ടൊരു പ്രവേശന പരീക്ഷ കേന്ദ്ര ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഈ 2022-23 അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും 15% സീറ്റിന് വേണ്ടിയിട്ട് നീറ്റ് തന്നെയാണ് പ്രവേശന പരീക്ഷ. ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ ആ സമയത്ത് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആയുഷിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പം ഏറ്റവും പ്രധാനം നീറ്റ് തന്നെയാണെങ്കിലും നീറ്റ് പോലെ തന്നെ ഉള്ള കുറച്ച് പ്രവേശന പരീക്ഷകൾ ഈ 2022-23 അധ്യയന വർഷം നടക്കുന്നുണ്ട്. ICAR-ൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ബാക്കി എല്ലാത്തിൻ്റെയും തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ഉടനെ തന്നെ വരുന്നതാണ്. CMC വെല്ലൂരിലെ BSc നഴ്സിങ്ങിനും പാരാമെഡിക്കലിനും അവർക്ക് സ്വന്തമായിട്ട് പരീക്ഷയുണ്ട്. എയിംസിൻ്റെ 20 കോളേജുകളിലെ പാരാമെഡിക്കൽ കോഴ്സ് 12ഓളം കോളേജുകളിലുണ്ട്. അതിന് എയിംസിന് സ്വന്തമായിട്ട് എക്സാമുണ്ട്. BSc നഴ്സിങ്ങിന് ജൂൺ 18-ാം തീയതി എക്സാമും പാരാമെഡിക്കലിന് ജൂൺ 20-ാം തീയതി എയിംസിന് സ്വന്തമായിട്ട് എക്സാമും ഉണ്ട്. അങ്ങനെ ഇപ്പം ജിപ്മറിന് എല്ലാ കോഴ്സുകളും തന്നെ 13 കോഴ്സുകളും എടുക്കുന്നത് നീറ്റിൽ നിന്ന് തന്നെയാണ്. ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ഓൾമോസ്റ്റും സീറ്റുകളെല്ലാം നീറ്റിൽ നിന്ന് ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള കുറച്ച് എൻട്രൻസുകൾ റിസർച്ച് മേഖലയിലും BPharm-ൻ്റേതായിട്ടും ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമുമായിട്ടും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. വിലയേറിയ ഇൻഫർമേഷൻസ് നമ്മളുമായി പങ്കുവെച്ച ശിവൻ സാറിന് ഒരുപാട് നന്ദി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യോത്തരങ്ങളുമായി അടുത്ത വാരം ശിവൻ സാറിനൊപ്പം വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. MBBS തന്നെയാണ് പ്രധാന കോഴ്സെന്നും
നീറ്റ് പ്രവേശന പരീക്ഷ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മെഡിക്കൽ എൻട്രൻസ് എക്സാം രംഗത്ത് നിലവിലുള്ളതെന്നും സാർ വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ മൊത്തത്തിലുള്ള 85,000 സീറ്റുകളിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ സാധ്യതകൾ എന്തെല്ലാമാണ്?